ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ടെക്കോണോ മലയാളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു വ്യത്യസ്തമായ കണ്ടൻറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് വേറൊന്നുമല്ല, ഞാനൊരു ഫോൺ വാങ്ങിച്ചിരുന്നു. അപ്പം മോട്ടോ റേസർ 40 അൾട്ര എന്ന് പറയുന്ന ഈ ഒരു ഫോൺ. അപ്പം ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഫോൺ വാങ്ങിച്ചപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അപ്പോൾ ഞാൻ നോക്കിയപ്പം റിവ്യൂ ഒക്കെ ഒരുപാട് പേർ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനെ സംബന്ധിച്ച് റിവ്യൂസ് ഉണ്ട് താനും. അപ്പം നമ്മൾ ഒരു റിവ്യൂവേഴ്സും അല്ല, നമ്മൾ ഇതിനെപ്പറ്റി മൊബൈൽസ് റെഗുലറായിട്ട് ചെയ്യുന്ന ആൾക്കാരൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ അതിലൊരു പ്രസക്തി ഇല്ല എന്ന് തോന്നി. പക്ഷേ എങ്കിലും നമ്മൾ ടെക്നോളജിയും നമ്മൾ ഇലക്ട്രോണിക്സ് അങ്ങനെ ഓട്ടോമേഷൻ ഇതൊക്കെ സംസാരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഈ ഒരു ടെക്നോളജിയും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഈ ഒരു ടെക്നോളജിയെ പറ്റി ഒന്ന് കുറച്ച് പറയാനും ഇതുകൊണ്ടുണ്ടായ ഈ ഒരു ഫോൺ വാങ്ങിച്ചപ്പോൾ എനിക്കുണ്ടായ കുറേ ഗുണങ്ങളും ഈ ഫോൺ കൊണ്ടുണ്ടാകുന്ന കുറേ ദോഷങ്ങളും എല്ലാം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഫ്ലിപ്പ് ഫോണുകൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അത്യാവശ്യം നല്ലൊരു ജെന്യുവൻ റിവ്യൂ യൂസർ എക്സ്പീരിയൻസ് റിവ്യൂ നിങ്ങൾക്ക് നൽകുവാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ ഡീപ്പറായിട്ട് ഓരോ ഫീച്ചർ എടുത്തൊന്നും പറയാനല്ല പോകുന്നത്. ഒരു നോർമൽ യൂസർ അല്ലെങ്കിൽ അത്യാവശ്യം എല്ലാം യൂസ് ചെയ്യുന്ന ഒരു യൂസറിന് ഇത് എങ്ങനെ ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇത് ഫോൺ വാങ്ങിച്ചിട്ട് ഇപ്പം ഒരു 4 മാസത്തോളം ആവുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇത്രയും വൈകിയതും ഈ ഒരു വീഡിയോ എടുക്കാൻ. കാരണം ഫോൺ വാങ്ങി ഈ ടെക്നോളജിയിലുള്ള ഫോൺ ഞാനും ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഫ്ലിപ്പ് ടെക്നോളജി യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യം ഈ ഫോണ് ഒന്ന് പരിചയപ്പെട്ട് ഞാനും ഒന്ന് യൂസ് ടു ആയി ഇതിനെപ്പറ്റി കുറച്ച് അറിഞ്ഞ് മനസ്സിലാക്കിയ ശേഷം ഒരു അഭിപ്രായം പറയുന്നതിലാണ് കാര്യമുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വെയിറ്റ് ചെയ്തത്. അപ്പം ഞാനൊരു 3-4 മാസം ഇത് കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ മെയിൻ ഫോൺ ഇത് തന്നെയാണ്. കോളിന് മാത്രം ചിലപ്പോൾ ഞാൻ ചെറിയൊരു ഫോൺ യൂസ് ചെയ്യും. പക്ഷേ എങ്കിലും ഞാനൊരു 99% എൻ്റെ മൊബൈൽ യൂസേജും ഇത് തന്നെയാണ്. അത് പേഴ്സണൽ ആയാലും ഒഫീഷ്യൽ ആയാലും നമ്മുടെ ചാനലിൽ പരമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എന്തുമാത്രം ഉപയോഗമുണ്ടെന്ന്. ഇപ്പം പേഴ്സണലി ഒഫീഷ്യലി ആണെങ്കിലും എനിക്ക് ഒരുപാട് കോൾസ് വരാറുണ്ട് ഡെയിലി. മേ ബി ഒരു 30-40 കോൾസ് ചിലപ്പോൾ ഒരു ഡേ വരാറുണ്ട്. അപ്പം അതൊക്കെ ഞാൻ ഇതിനകത്താണ് അറ്റൻഡ് ചെയ്യുന്നത്. പിന്നെ ഒഫീഷ്യലി മെയിൽസൊക്കെ ഇപ്പം ലാപ്ടോപ്പിൽ ആക്സസ് ഇല്ലാത്ത സമയത്തൊക്കെ ഇതിലൂടെയാണ് മെയിൽസും ചാറ്റ്സും ഒക്കെ ചെയ്യുന്നത്. പിന്നെ എന്താ പറയുക, പിന്നെ ക്യാമറ നമുക്കറിയാം, വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കുന്നതും കൂടുതലും ഇതിനകത്ത് തന്നെയാണിപ്പോൾ. പിന്നെ എന്താ പറയുക, ബാക്കിയുള്ള അതായത് ഡേ ടു ഡേ യൂസിന് ഒരു സാധാരണക്കാരൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് തന്നെയാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ എനിക്കൊരു നല്ല ആധികാരികമായൊരു എക്സ്പീരിയൻസ് പറയാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു 3 മാസം ഞാൻ യൂസ് ചെയ്തു. പക്ഷേ നിർഭാഗ്യവശാൽ ഇതിപ്പം മോട്ടോ റേസർ 40 അൾട്ര കിട്ടും നിങ്ങൾക്ക് ഇത്. പക്ഷേ എങ്കിലും ഇതിൻ്റെ നെക്സ്റ്റ് വെർഷനായിട്ടുള്ള മോട്ടോ റേസർ 50 അൾട്രയും ഇപ്പം വന്നിട്ടുണ്ട്. അതും നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം. എല്ലാ കൊല്ലവും ഓരോ സീരീസ് വരുന്നത് പോലെയുള്ളൂ. അതിനകത്ത് കുറച്ച് AI ഫീച്ചേഴ്സ് കൂടുതലുണ്ട് എന്നുള്ളതല്ലാതെ വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. കുറച്ച് ചെറിയ വ്യത്യാസം, ബാറ്ററിയിലുള്ള ചെറിയ വ്യത്യാസം. ഇപ്പോൾ ഇതിൻ്റെ ആണെങ്കിൽ അൾട്രയ്ക്കകത്താണ് നമുക്ക് ഇത്രയും വലിയൊരു സ്ക്രീൻ കിട്ടുന്നത്. മറ്റേതാണെങ്കിൽ നമുക്ക് നോർമൽ 50 തന്നെ ഇത്രയും വലിയൊരു സ്ക്രീൻ കിട്ടുന്നുണ്ട് എന്നുള്ളൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. നമ്മുടെ ഐഫോൺ പോലെയൊക്കെ തന്നെ ഓരോ വർഷവും ഓരോ നമ്പർ മാറുന്നത് പോലെ തന്നെ മാറിയതായിട്ട് തോന്നുള്ളൂ. കുറച്ച് വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലാത്തൊരു സാധനം. അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങണമെങ്കിൽ ഇത് വാങ്ങാം, അല്ലെങ്കിൽ 50 വാങ്ങണമെങ്കിൽ 50 വാങ്ങാം. പക്ഷേ ടെക്നിക്കലി ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഫ്ലിപ്പ് ടെക്നോളജിയെ പറ്റിയുള്ള എൻ്റെ ഒരു അഭിപ്രായങ്ങളും കാര്യങ്ങളും പറയാം. അപ്പോൾ ഒരു യൂസർ എന്ന നിലയിൽ ഞാൻ ആദ്യം ഇതിൻ്റെ ഉപയോഗങ്ങൾ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നിയ കാര്യങ്ങൾ പറയാം. ഇത് എൻ്റെ മാത്രം ഒരു ഇതാണ്, എന്താ പറയുക, എൻ്റെ ഇഷ്ടങ്ങളായിരിക്കില്ല നിങ്ങളുടെ എന്ന് ഉറപ്പാണ്. അപ്പോൾ പലർക്കും പല ഇഷ്ടങ്ങളാണ്. അപ്പോൾ എൻ്റെ ഇഷ്ടങ്ങളോട് എന്തൊക്കെ ഇത് ചേർന്ന് നിന്നു എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു ഇഷ്ടം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് നടക്കാനും ചെയ്യാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. മൊബൈൽ വലിയ എന്താ പറയുക, പലക പോലത്തെ മൊബൈലൊക്കെ എടുത്തുകൊണ്ട് ജീൻസിൻ്റെ പോക്കറ്റ് ടൈറ്റായിട്ട് ഇട്ടൊന്ന് ഇരിക്കാൻ പോലും പറ്റാതെ അല്ലെങ്കിൽ എപ്പോഴും കൈ പിടിച്ചുകൊണ്ട് നടക്കുക. അപ്പോൾ അതൊന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഒരു കോമ്പാക്ട് ഫോൺ യൂസ് ചെയ്യാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പോൾ കോമ്പാക്ട് ഫോൺ സാംസങ്ങിൻ്റെ S23 FE ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ചെറിയൊരു സൈസിലുള്ള ഫോണുകൾ, അതെനിക്ക് എക്സാമ്പിൾ തന്നെ ഒരു ഐഫോണിൻ്റെ 6S 7S ആ ഒരു ടൈപ്പ് അത്രയും വലുപ്പമൊക്കെയുള്ള ഫോണുകളാണ് എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഞാൻ എപ്പോഴും നോക്കുമ്പോൾ പുതിയത് വാങ്ങാൻ നോക്കുമ്പോഴും കോമ്പാക്ട് ഫോണാണ് ഞാൻ നോക്കാറ്. ഇതിനു മുമ്പ് ഞാൻ ഉപയോഗിച്ച റെഡ്മിയുടെ Note 9
പ്രോ ആണ്. അതിന് മുമ്പ് ഐഫോൺ ആയിരുന്നു. ഇപ്പോൾ റെഡ്മി നോട്ട് 9 പ്രോ മാക്സ് ആയിരുന്നു. അത് ഞാൻ ഏകദേശം ഒരു 3 ഇയേഴ്സോളം 3.5 ഇയേഴ്സ് നോട് യൂസ് ചെയ്തു. അത്യാവശ്യം ഇതുപോലെ തന്നെ നല്ല യൂസ് ചെയ്തതാണ്. വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിലും ഇങ്ങോട്ട് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് തോന്നി. ഞാൻ അപ്പം ഒന്ന് അപ്ഗ്രേഡേഷന് പോയതാണ്. ഈ ഫ്ലിപ്പ് ടെക്നോളജി ഇറങ്ങിയ സമയം തൊട്ട്, അതായത് ചെറിയ സ്ക്രീനിൽ ഇറങ്ങിയ സമയം തൊട്ട് തന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ഒരു ടെക്നോളജി ഒന്ന് യൂസ് ചെയ്യണം, എങ്ങനെ ഉണ്ടാവും എന്നൊന്ന് അറിയണമെന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കുറേ ഫോണുകൾ നോക്കി വാങ്ങാൻ വേണ്ടി. ഞാനൊരു 30 to 50K ബഡ്ജറ്റാണ് വെച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ഇതിന് ആക്ച്വലി 70,000 റേഞ്ചൊക്കെ ആയിരുന്നു ആ സമയത്ത്. പെട്ടെന്ന് ഞാനപ്പം നോക്കിയപ്പോൾ ഞാൻ ആദ്യം എന്തൊക്കെയാണ് പറയുക, സാംസങ്ങിൻ്റെ S23 FE ഞാൻ സോർട്ട് ഔട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. പിന്നെ എന്താ പറയുക, നമ്മുടെ ഇത് നത്തിങ്ങിൻ്റെ ഫോൺ ഞാനൊന്ന് വാങ്ങണമെന്ന് വെച്ചിരുന്നതാണ്. അപ്പോൾ അങ്ങനെ കുറേ നോക്കി വന്നപ്പം പെട്ടെന്ന് ഇതിൻ്റെ ഓഫറും, ഈ ടെക്നോളജി ഭയങ്കര ഇഷ്ടമായിരുന്നു, ആഗ്രഹമായിരുന്നു. അപ്പം ഇതിൻ്റെ ഓഫർ കണ്ടു. അറൗണ്ട് 49,000 രൂപയ്ക്ക് 46,000 50,000 രൂപയ്ക്ക് എങ്ങനെ ആയിരുന്നു എന്ന് തോന്നുന്നു. അപ്പം ആ രൂപയ്ക്ക് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു ആമസോണിൽ. അപ്പോൾ ആമസോണിൽ അപ്പം തന്നെ ഞാൻ ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാണ്. അപ്പം ഇതിൻ്റെ കാര്യത്തെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്കിതിൻ്റെ പ്രോസ് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്ന് കോമ്പാക്ട്നെസ്, അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതും. എനിക്ക് ഭയങ്കര കോമ്പാക്ട് ഇതാണ്. ഇത് ഭയങ്കര നമ്മുടെ ഉള്ളം കൈയുടെ ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ട് വലിയ വെയിറ്റൊന്നും നമുക്ക് തോന്നുന്നില്ല. ഇങ്ങനെ ജീൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ കിടക്കും, അല്ലെങ്കിൽ ഷർട്ടിൻ്റെ പോക്കറ്റ് ഇട്ടാൽ പോലും താഴെ ഇങ്ങനെ ഒതുങ്ങി കിടന്നുള്ളൂ. അതായത് നമ്മളിപ്പം മുണ്ടൊക്കെ ഉപയോഗിക്കും. കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ പോയപ്പോഴാണ് ഞാൻ അതിൻ്റെ ഏറ്റവും വലിയ ഗുണം അനുഭവിച്ചത്. പണ്ട് മുണ്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, പോക്കറ്റിനകത്ത് എല്ലാം കൂടെ വെച്ചുകൊണ്ട് പോകുന്ന ബുദ്ധിമുട്ടൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ഇത് ഒന്നുമില്ല, കൂളായിട്ട് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു പോക്കറ്റ് ഡയറി കിടക്കുന്നൊരു ഇതേ ഉള്ളൂ. അപ്പം അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതും, അതായിരുന്നു ഞാൻ ആഗ്രഹിച്ചതും. അപ്പോൾ ആ ഒരു കോമ്പാക്ട്നെസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതും എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണെന്ന് തോന്നുന്നത്. സ്കൂളായിട്ട് നടക്കാനും പിടിക്കാനും ഒക്കെ, ഇല്ലെങ്കിലും ഇങ്ങനെ വലിയ സാധനം പിടിച്ച് കഴിക്കാനും വേദന എടുക്കും. ഇത് ഭയങ്കര സിമ്പിളായിട്ട് എനിക്ക് തോന്നി. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ രണ്ടാമത് പറയാനുള്ള ഈ ഡിസ്പ്ലേ ആണ്. ഈ ഡിസ്പ്ലേ സത്യം പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. നമുക്കിത് ഭയങ്കര ഇതായിട്ട് തോന്നുമെങ്കിലും ഇതിനകത്ത് ഞാൻ അങ്ങനെ ഇത് ഓപ്പൺ ചെയ്യുന്ന ദിവസം ഒരു 2 or 3 അല്ലെങ്കിൽ 4 or 5 തവണ മാത്രമേ ഇത് ഞാൻ ഇങ്ങനെ തുറക്കാറുള്ളൂ. അപ്പം 2 or 3 തവണയേ ഞാനിത് തുറക്കാറുള്ളൂ. കാരണം ഒട്ടുമിക്ക കാര്യങ്ങളും നമുക്ക് ഇതിൽ തന്നെ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ രസകരമായ കാര്യം. അതായത് നമുക്ക് ക്യാമറ ഇതിനകത്തുനിന്ന് എടുക്കാം. പിന്നെ ബാക്കിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ള ആപ്പ് ഓപ്പൺ ആക്കി വരും. അങ്ങനത്തെ സിസ്റ്റമുണ്ട്. പിന്നെ കോണ്ടാക്ട്സ്, നമുക്ക് ഫേവറേറ്റ് കോണ്ടാക്ട്സ് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഒട്ടുമിക്ക എല്ലാ ആപ്സും ഇതിനകത്ത് തന്നെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഇപ്പം വാട്സാപ്പ് എടുക്കണമെങ്കിൽ എനിക്ക് വാട്സാപ്പ് എടുക്കാൻ സാധിക്കും, വാട്സാപ്പ് എടുക്കാം. അതിനുശേഷം PayTM എടുക്കണമെങ്കിൽ PayTM എടുക്കാം. പേയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ സ്കാൻ ചെയ്ത് എനിക്ക് പേയ്മെൻറ്റ് ഇതിനകത്തൂടെ തന്നെ ചെയ്യാം. ഗൂഗിൾ മാപ്പ് എടുത്തു കഴിഞ്ഞാലും ഇതിനകത്തൂടെ തന്നെ വർക്ക് ചെയ്യും. അപ്പം അതായത് ഇത് തുറക്കേണ്ട കോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കോൾ എടുക്കാൻ പറ്റും, വീഡിയോ കോൾ എടുക്കാൻ പറ്റും വാട്സാപ്പിൽ. അതായത് ഇത് ഫ്ലിപ്പ് ഓപ്പൺ ചെയ്യേണ്ടതായിട്ട് വരാറേ ഇല്ല. പക്ഷേ ഭയങ്കര ഫ്രീ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ ഓപ്പൺ ചെയ്താൽ ഇത് മറ്റ് നോർമൽ ഫോണിനേക്കാളും വലിയൊരു സ്ക്രീൻ സൈസ് കൂടെ ആണെന്നുള്ളത് കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം പിന്നെ അല്ലെങ്കിൽ വീഡിയോസ് നല്ല ഫുൾ സ്ക്രീനിൽ കാണണം, സിനിമ കാണണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രമേ ഇത് ഓപ്പൺ ചെയ്യുന്നതായിട്ട് വരുന്നുള്ളൂ, അല്ലാതെ ഇത് ഓപ്പൺ ചെയ്യുന്നതായിട്ട് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി ഒരു പ്രോയും ക്രോയിൻസിലും പറയാൻ പറ്റുന്നത് ഇതിൻ്റെ ബാറ്ററി തന്നെ 3800 mAh ഉള്ളൂ. അത് അത്യാവശ്യം ഈ ഒരു ബഡ്ജറ്റിൽ വരുന്ന ഫോണിന് വളരെ കുറവാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് നേരത്തെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നോട്ട് 9 ഉണ്ടായിരുന്നു എനിക്കൊന്ന് 4600 5000 mAh. അപ്പോൾ ഇതിന് 3800 വരുന്നുള്ളൂ. അതൊരു കുറവാണ് എന്ന് പറയുന്ന കൂടെ തന്നെ പറയേണ്ടത് ഈ 3800 നമ്മൾ ഈ ഒരു സ്ക്രീൻ മാത്രമാണ് കൂടുതൽ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കതൊരു ഏകദേശം 6000 mAhൻ്റെ ഒരു ബലം ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ രാവിലെ ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും യൂസ് ചെയ്ത ശേഷം പോലും എനിക്ക് മേ ബി നെക്സ്റ്റ് ഡേ രാവിലെ എനിക്ക് വീണ്ടും ചാർജ് ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ, അല്ലെങ്കിൽ രാത്രിയിൽ അത്ര ഇതാണെങ്കിൽ മാത്രം രാത്രിയിൽ ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഒരു ഫുൾ ഡേ ബാറ്ററി ഇതിനുണ്ടാകുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൂടുതൽ ഈ സ്ക്രീനിലാണ് യൂസ് ചെയ്യുക, റെയറായിട്ട് മറ്റേ സ്ക്രീനുകൾ എടുക്കാറുള്ളൂ. അപ്പം 1 ഡേ ബാറ്ററി ഉണ്ട്. പക്ഷേ ഇനി നിങ്ങൾ ഫുൾ സ്ക്രീനിലാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ബാറ്ററിയിൽ ഒരു ഇത് ചെയ്യേണ്ടത് വരും. പക്ഷേ എങ്കിലും എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഒരു ഡീസൻറ്റ് ആണ്. ഒരു കുറവായിട്ട് ചിന്തിക്കുന്നവർക്ക് ബാറ്ററി ഭയങ്കര ഇപ്പോൾ ഗെയിമിങ് കണ്ടിന്യൂസ്ലി ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇത് യൂസ് ആവില്ല. അതിന് നിങ്ങൾക്ക് ഗെയിമിംഗ് പെർഫോമൻസ് ഉള്ള ഫോണുകളൊക്കെ യൂസ് ചെയ്യാം. അതായത് ഒരു
ഓവറോൾ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഈ ബാറ്ററി ഓക്കെയാണ്, ഈ ഒരു സ്ക്രീനാണ് നിങ്ങൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് എങ്കിൽ. പിന്നെ ക്യാമറ പറഞ്ഞാലും ക്യാമറയും അത്യാവശ്യം ഓക്കെയാണ്. അത്യാവശ്യം വേണ്ട AI ഫീച്ചേഴ്സൊക്കെ ഇതിനകത്തുണ്ട്. മറ്റേ മാജിക് ഇറേസും ഒക്കെ ഇതിനകത്തുമുണ്ട്, നമ്മൾ സാംസങ്ങിലൊക്കെ കാണുന്നത്. പിന്നെന്ത് പറയുക, ക്യാമറയുടെ കാര്യം പറഞ്ഞാൽ തന്നെ അത്യാവശ്യം കുഴപ്പമില്ല. നല്ലൊരു എന്താ പറയുക, നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാലും കുറച്ച് ഫിൽറ്ററൊക്കെ ചെയ്ത് ആ ഒരു AI എൻഹാൻസ് ചെയ്ത് നമുക്ക് തരുന്നുണ്ട്. അത് നല്ലൊരു ഡിഫറൻസ് ഫീൽ ചെയ്യിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ അത്യാവശ്യം നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ റാം എന്ന് പറയുന്നത് ഒരു 8GB 256GB വേരിയൻ്റാണിത്. അപ്പം ആ മെമ്മറിയുടെ കാര്യത്തിലും വലിയ പ്രശ്നമൊന്നും ഇല്ല. അപ്പം അതും ഓക്കെയാണ്. പിന്നെ ഗെയിമും അത്യാവശ്യം കളിക്കാനൊക്കെ പറ്റും. ഈവൻ ചെറിയ ചെറിയ ഗെയിമുകളൊക്കെ നമുക്ക് ഈ സ്ക്രീനിൽ തന്നെ കളിക്കാൻ പറ്റും എന്നുള്ളതും വലിയൊരു രസകരമായ കാര്യമാണ്. പിന്നെ അത്യാവശ്യം എല്ലാം നമുക്ക് വെതർ ഗെയിംസ് കണ്ടോ, ഓരോ വിഡ്ജറ്റ്സും നമുക്ക് ഇതിനകത്ത് ഇടാൻ പറ്റും. അപ്പോൾ ഓവറോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇത് അത്യാവശ്യം നല്ലൊരു രസമുള്ള ഫോണാണ്. നമുക്ക് ഈവൻ ഇത് നമ്മൾ എവിടെയൊക്കെ കൊണ്ടുപോകുമ്പം ഒന്നാമത് ഈ ടെക്നോളജി അത്ര ഫേമസ് അല്ലാത്തതുകൊണ്ടും അല്ലെങ്കിൽ അതല്ലാത്തതുകൊണ്ടും നമ്മളിങ്ങനെയൊക്കെ വെച്ചിട്ട് പേയ്മെൻറ്റൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാർ ചോദിക്കാറുണ്ട് ഇത് ഏത് ഫോണാണ്, എന്താണ്, എങ്ങനെയാണ്. ഭയങ്കര ആൾക്കാർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പം ആ ഒരു ഇതുകൊണ്ട് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ട് ഒരു വെറൈറ്റി സാധനം കൂടെ ആയതുകൊണ്ട് അതിൻ്റേതായ ഒരു ക്യൂരിയോസിറ്റി ആളുകളിലുള്ളത് എന്നുള്ളതും ഇതിൻ്റെ ഒരു വെറൈറ്റി സംഭവം തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഇത് ഓവറോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത് ഈ ഒരു പൈസ മുടക്കിയിൽ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞോട്ടെ. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ആഗ്രഹിച്ചെടുത്തൊരു ഫോണാണ്. ഈ ഒരു ടെക്നോളജി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹാൻഡിയാണ്, കോമ്പാക്റ്റാണ്, ക്യാമറ അടിപൊളിയാണ്, ബാറ്ററി മാത്രം കുറച്ച് കുറവാണ്. അപ്പം അങ്ങനെ നോക്കുമ്പം അത്യാവശ്യം എല്ലാം ഞാൻ ഓക്കെയാണ്, ഞാൻ ഹാപ്പിയാണ്. ഞാൻ ഒരാളോട് ചോദിച്ചാൽ ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യും. ഇനി എന്തായാലും എല്ലാം ഒന്നും പെർഫെക്റ്റ് 100% ഓക്കെ ആവാത്തത് കൊണ്ട് തന്നെ ഇതിന് ചെറിയ പോരായ്മകളും എനിക്ക് ഫീൽ ചെയ്തതായിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്കത് പോരായ്മയായിട്ട് തോന്നുന്നില്ല. ഒന്ന് ഞാൻ ആദ്യം പറഞ്ഞു, ബാറ്ററി കുറവാണ്. ഇപ്പോൾ നിങ്ങൾ ഗെയിമിങ് ആവശ്യത്തിനാണ് ഇതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഈ ബാറ്ററി വെച്ചിട്ടൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ആദ്യം ഇതൊരു ഇമോഷണൽ കോൺസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഫോൺ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം തുറക്കാനൊരു മടിയുണ്ടാവും എപ്പോഴും. ഒന്ന് തുറക്കേണ്ട കാര്യമില്ല, ഇവൻ തുറക്കണമെങ്കിൽ തന്നെ ഒരു ആദ്യമൊക്കെ നമ്മൾ ഫോൺ വാങ്ങിച്ചിട്ട് ഇങ്ങനെ പേടി ചെയ്ത് പൊട്ടുമോ സ്ക്രീൻ പൊട്ടുമോ എന്നൊക്കെ പേടിച്ചായിരിക്കും ഇത് തുറക്കുന്നത്. പക്ഷേ അതൊരു ആദ്യത്തെ ഒരു സംഭവമാണ്. പക്ഷേ എനിക്ക് അപ്പം ആലോചിച്ചിട്ടുണ്ട് കാശ് കൊടുത്ത് ഫോൺ വാങ്ങിച്ച് തുറക്കാൻ മടിക്കേണ്ട കാര്യം എന്താണെന്നുള്ളത്. പക്ഷേ അതിലൊരു പേടിക്കേണ്ട കാര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി. 3 മാസം ഞാൻ അത്യാവശ്യം കണ്ടിന്യൂസ് യൂസ് ചെയ്തിട്ട് പോലും കംപ്ലീറ്റ്ലി ഓക്കെ ആയിട്ട് തന്നെയാണ്. അത് പുത്തം വാങ്ങിച്ചതിൻ്റെ അതേ ഫീലിൽ തന്നെ ഇപ്പോഴും ഉണ്ട്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, നിങ്ങൾക്കൊരു ഇവിടെ ഒരു ഇതുണ്ടെന്നുള്ള രീതിയിൽ കാണാൻ പറ്റും. സൈഡിൽ കൂടെ ഇങ്ങനെ നോക്കിയാൽ ചിലപ്പം കാണാമായിരിക്കാം. പക്ഷേ സ്ക്രീൻ ഓക്കെ ഓൺ ആയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ആ ഒരു ഫീല് കാണാനേ പറ്റത്തില്ല ഈ ഒരു ഇതിൻ്റെ. പിന്നെ ഉള്ളൊരു പോരായ്മ പറയുകയാണെങ്കിൽ ഈ ഫോട്ടോ, ഞാൻ പറഞ്ഞു ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു അടുത്ത ഫോട്ടോ നമ്മൾ കണ്ടിന്യൂസ് പടപടപടാന്ന് ക്ലിക്ക് ചെയ്യാൻ നോക്കിയാൽ ചിലപ്പോൾ സാധിക്കില്ല. കാരണം ഇതൊരു ഫോട്ടോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഒന്ന് എൻഹാൻസ് ചെയ്തെടുക്കാനായിട്ട് ചെറിയൊരു ഡിലേ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് വെയിറ്റ് ചെയ്തിട്ട് ശേഷം മാത്രമേ നമുക്ക് അടുത്ത ഫോട്ടോ എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം അതൊരു ഇതിൻ്റെ ഒരു കുറവായിട്ട് തോന്നിയാൽ ഒരു സൈഡിൽ നിന്ന് നല്ലൊരു ഫോട്ടോ നമുക്ക് എൻഹാൻസ് ചെയ്ത് കിട്ടുന്നുണ്ട്. പക്ഷേ അതേസമയം ആ ഒരു ഡിലേ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം. ഇപ്പോൾ കുഞ്ഞൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന പല ഫോട്ടോസ് അടുപ്പിച്ചെടുക്കാൻ നോക്കുമ്പോൾ ചിലപ്പോൾ അത് വർക്കൗട്ട് ആവാതെ വരാറുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് വഴിയൊക്കെ ശരിയാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ എനിക്ക് തോന്നിയത് ഒരു യൂസർ ഇതായിട്ട് ഞാൻ പറഞ്ഞു, കോണ്ടാക്ട്സ് നമുക്കിവിടെ കിട്ടും. പക്ഷേ ഒരു കാര്യം കൂടെ ഇവിടെ കിട്ടിയിരുന്നതിൽ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ. അതിനുവേണ്ടി മാത്രം എനിക്ക് ചിലപ്പോൾ ഓപ്പൺ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി. അതായത് ഈ കോണ്ടാക്ട്സ് നിങ്ങൾ കാണുന്ന പോലെ നമുക്ക് ഫേവറേറ്റ് കോണ്ടാക്ട്സ് ആഡ് ചെയ്തിടാം. അവരെ നമുക്ക് ഇവിടെ ഞെക്കിയാൽ തന്നെ ഡയറക്റ്റായിട്ട് കോൾ പോകും, തുറക്കേണ്ടി വരില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ ഡയൽ പാഡ് എടുത്തിട്ട് ഇവിടെ നമ്മൾ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നമ്പർ ടൈപ്പ് ചെയ്തിട്ട് കോൾ ഞെക്കി പോകണം. പക്ഷേ നമ്മൾ കോൾ ലിസ്റ്റ് ഇവിടെ നമുക്ക് കാണാനായിട്ട് ഒരു ഓപ്ഷനും എൻ്റെ അറിവിൽ ഇതുവരെ ഞാൻ നോക്കി, ഞാൻ അതിനെപ്പറ്റി റിസർച്ച് ചെയ്തിട്ടും കുറേ തപ്പി നോക്കി. പക്ഷേ അതിനൊരു ഓപ്ഷൻ ഞാൻ കണ്ടില്ല. നമുക്ക് ഇതിനകത്ത് ഇപ്പം മിസ് കോൾ, ഇപ്പം നമുക്ക് 3-4 മിസ് കോൾ വന്നു കിടപ്പുണ്ടായിരുന്നു. അപ്പം ആദ്യം ഇവിടെ നമുക്ക് കാണാം, ഈ നോട്ടിഫിക്കേഷൻ ഇതിനകത്ത് നമുക്ക് ആ മിസ് കോൾസ് കാണാൻ സാധിക്കും. അത് വേറൊരു കാര്യം. പക്ഷേ ചില സമയത്ത് നമുക്ക് ആ മിസ് കോൾ നമ്മൾ നോട്ടിഫിക്കേഷൻ ക്ലിയർ ചെയ്തു, അപ്പോൾ കഴിഞ്ഞ ആരെയാണോ വിളിച്ച് അല്ലെ നേരത്തെ ഇങ്ങോട്ട് വന്ന കോൾ തിരിച്ച് വിളിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് പറ്റില്ല. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത ശേഷം
ഈ കോളർ ലിസ്റ്റ് എടുത്ത് തന്നെ നോക്കേണ്ടതായിട്ട് വരും. അപ്പം അതൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി. കാരണം അതിനുവേണ്ടി മാത്രം എനിക്ക് തുറക്കേണ്ടതായിട്ട് വരാറുണ്ട്. അല്ലെങ്കിൽ ആ നമ്പർ അറിയണം, ആ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ആ പേരെങ്കിലും നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റണം. അപ്പം അതൊരു പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലാതെ നോക്കിയാൽ അതും ഓക്കെയാണ്. അതൊരു വലിയ പോരായ്മയല്ല, ജസ്റ്റ് തുറക്കണമെന്നല്ല. ഇതും സോഫ്റ്റ്വെയറിൽ വേണമെങ്കിൽ അവർക്ക് അപ്ഡേറ്റ് ചെയ്താൽ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് ആ കോൾ ലിസ്റ്റ് കൂടെ നമുക്ക് മെയിൻ സ്ക്രീനിൽ കിട്ടും. ബാക്കി എല്ലാം കാണാമെങ്കിൽ പിന്നെ അത് മാത്രം ഇല്ലാത്തൊരു ഓപ്ഷൻ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഉണ്ടായത് നല്ലതായിട്ട് തോന്നി. പിന്നെ അതെനിക്കൊന്നും ഞാൻ മോട്ടറോള ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം എൻ്റെ ഫ്രണ്ട് പറഞ്ഞു മോട്ടറോള എല്ലാം അങ്ങനെയാണ്. അതായത് ഇതിന് നമുക്ക് ഫേസ് അൺലോക്കില്ല. ഇത് ഫിംഗർ പ്രിൻറ്റും മറ്റേ പാറ്റേൺ അതെല്ലാം ഉള്ളൂ, ഫേസ് അൺലോക്കില്ല. പക്ഷേ അത് മോട്ടറോളയിൽ ഒരു ഫോണിലും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതല്ല മോട്ടറോളയിൽ അങ്ങനെ ഉണ്ട്, നിങ്ങളുടെ ഫോണിലൊക്കെ ഫേസ് അൺലോക്ക് ഓപ്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ തീർച്ചയായിട്ടും മോട്ടറോള മേ ബി അതിൻ്റെ സെക്യൂരിറ്റി ലെവൽ അനുസരിച്ചിട്ടായിരിക്കാം, എന്താണെന്ന് അറിയില്ല. ഇതിലെന്തായാലും ഇല്ല. അത് ഇതിലെന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഫേസ് അൺലോക്ക് ഓപ്ഷൻ ഇല്ല ഈ ഒരു ബഡ്ജറ്റിലുള്ളതാണ്. അത് നമുക്ക് ഫിംഗർ പ്രിൻ്റ് തന്നെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ആ ഫിംഗർ പ്രിൻറ്റും സൈഡിലാണ് തന്നിരിക്കുന്നത്, ഇവിടെ അല്ല, ഓൺ സ്ക്രീൻ അല്ല എന്നുള്ളതും പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഓവറോൾ നോക്കിയാൽ ഈ ഫോണിൽ ഞാൻ ഹാപ്പിയാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഹാപ്പിയാണ്. ഇതൊരു വെറൈറ്റി ആണ്. ഇത് ഞാൻ പീച്ച് ഫിസ് എന്ന് പറഞ്ഞൊരു കളറാണ് ചൂസ് ചെയ്തത്. എനിക്ക് ഭയങ്കര ഹാൻഡി ആയിട്ട് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നിയൊരു ഇതാണ്. അതായത് എനിക്ക് ഈ ഹാൻഡിനെസ് ആണ് ഏറ്റവും ഇഷ്ടം. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഫോൺ നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് പോലും അറിയില്ല, അത്രയ്ക്ക് സിമ്പിൾ സാധനമാണ്. അപ്പം അതൊരു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. ഓവറോൾ ഒരു വൺസ് ഇൻ എ വൈലെങ്കിലും ഈ ടെക്നോളജിയൊക്കെ ഒന്ന് യൂസ് ചെയ്യണം എന്നത് നല്ലതാണെന്നാണ് എൻ്റെ ഒരു സജഷൻ. അപ്പോൾ ഇത് ഒരു ഡീറ്റെയിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു വലിയൊരു റിവ്യൂ ഒന്നും ആയിരുന്നില്ല. ഇതിൻ്റെ ക്യാമറയുടെ സ്പെക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ റാമിൻ്റെയോ ഇതിൻ്റെ വിൻഡോ സ്കോറോ കുറേ ഉണ്ടല്ലോ, നമുക്ക് കുറേ പാരാമീറ്റേഴ്സ് ഉണ്ട് ഫോണിൻ്റെ, ബാറ്ററി ഡ്രെയിൻ ടെസ്റ്റ് അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആയിരുന്നില്ല ഇത് എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ്. ഇപ്പോൾ നിങ്ങൾ ഈ ടെക്നോളജി വാങ്ങാനോ ഇത് ചെയ്യാനോ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാനുണ്ട്. ഇത് ഡാമേജ് ആവുമോ എന്ന് ഒരുപാട് പേർക്ക് ടെൻഷനുണ്ട്. ഇപ്പം ഞാൻ 3 മാസം ഉപയോഗിച്ചിട്ട് അതിലൊരു ചെറിയൊരു മാറ്റം പോലും ഇല്ല. അതുപോലെ തന്നെയാണ് ഈവൻ ഞാനത് മനസ്സിലാക്കിയത് ഇത്രയും ലക്ഷം, അതായത് നിങ്ങൾ ഡെയിലി 100 തവണ ഇത് ഓപ്പൺ ചെയ്താൽ തന്നെ 3-4 കൊല്ലം ഈ ഫോണിൻ്റെ അതിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് ഇവർ R&D ചെയ്ത് തെളിയിച്ചതിൻ്റെ. അങ്ങനെയാണ് ഇവർ ക്ലെയിം ചെയ്യുന്നത്. അതായത് നിങ്ങളൊരു പെർ ഡേ 100 തവണ ഇത് ഓപ്പൺ ചെയ്താൽ പോലും നിങ്ങൾക്ക് 3 to 4 years വിത്തൗട്ട് എനി ഡാമേജ് ഡിസ്പ്ലേയിൽ ഉണ്ടാവാതെ വരും എന്നുള്ളതും ഇതിൻ്റെ ഒരു കാര്യമാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇത് നമുക്ക് സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചാണ് വരുന്നത്. സ്ക്രീൻ ഗാർഡ് വേറെ ഒട്ടിക്കരുത് എന്ന് അവർ പ്രത്യേകിച്ചും പറയുന്നുണ്ടായിരുന്നു. അത് ഇതിൻ്റെ വാറണ്ടി വോയിഡ് ആവുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് നിങ്ങൾക്കൊരു സ്ക്രീൻ ഗാർഡോ ഇതെന്തെങ്കിലും സ്ക്രാച്ചോ മാറണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് ലോക്കൽ ഷോപ്സിലൊക്കെ ഇത് കിട്ടുമെന്നുള്ളത്. മോട്ടോറോളയുടെ സർവീസ് സെൻറ്ററിൽ തന്നെ പോകേണ്ടതായിട്ട് വരുമായിരിക്കാം. അപ്പം അതും ഇതിൻ്റെ ഒരു ഒരു കാര്യമാണ്, മനസ്സിലിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു യൂസർ ലെവലിൽ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എല്ലാ കാര്യവും പറയാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ടാണ് ഈ തവണ വന്നത്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. തീർച്ചയായിട്ടും ഇങ്ങനത്തെ കാര്യങ്ങളും നമ്മൾ ഡേ ടു ഡേ കാണുന്ന ടെക്നോളജിയെ പറ്റിയും ഇതുപോലത്തെ വെറൈറ്റി സാധനങ്ങളൊക്കെ വരുമ്പോൾ അത് നമ്മൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.